പേര് ശ്രീനാഥ്. ശ്രീനാഥ് എനിക്കൊണ്ട് സംവിധാനം തന്നെ ഒന്ന് പരിചയപ്പെടുത്തായിരിക്കും. ശ്രീനാഥ് ISL കേരള പ്രീമിയർ ലീഗ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന കമന്റേറ്ററാണ്, പ്രൊഫഷണൽ കമന്റേറ്ററാണ്. അപ്പോൾ ഈ സിനിമകത്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. അനസെടത്തൊടിക പോലുള്ള ഇന്ത്യൻ ഡിഫൻഡർ ആയിട്ടുള്ള അനസെടത്തൊടിക വന്നിട്ടുണ്ട്, അജയ് കൃഷ്ണ വന്നിട്ടുണ്ട്, പിന്നെ മുത്തൂറ്റ് FAന്റെ ഫുൾ ടീമുണ്ട്, അതേപോലെ മലബാർ FCന്റെ ഫുൾ ടീമുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമുക്ക് ഇതേപോലെ നമ്മളിപ്പോൾ ഇതിന്റെ കമന്ററി പറയാനും നമ്മൾ നോക്കി നോക്കുമ്പോൾ നമുക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു ഭാഗ്യമായിട്ടാണ് ശ്രീനാഥിനെ നമ്മൾ കാണുന്നത്. കാരണം ശ്രീനാഥ് ഇതിന്റെ കമന്റേറ്റർ എന്നതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ ഒരു പ്രൊമോട്ടറാണ്. ഇതിന്റെ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടാണ് വരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഇന്നലെ കടന്നു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു കുടുംബമായിട്ട് മാറി. ശ്രീനാഥനുമായിട്ട് അത്തരം ഒരു റിലേഷൻ കൂടി വന്നു. അത് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ നമുക്ക് വേറെയും ഒരുപാട് കമന്റേറ്റേഴ്സ് ഉണ്ടാവാം. പക്ഷേ ശ്രീനാഥിനെ പോലെ നമ്മുടെ കൂടെ കട്ടക്ക് ചങ്കായി നിൽക്കുന്ന ഒരു സുഹൃത്തിനെ കൂടിയാണ് നമുക്ക് കിട്ടിയത്. അതാണ് അതിന്റെ ഒരു. ഇതില് വേറൊരു പ്രത്യേകത മ്യൂസിക്. ഗോപി സുന്ദർ എന്ന മ്യൂസിക് എങ്ങനെയാണ് അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റ്. ഗോപി സുന്ദർ നമ്മുടെ മനസ്സിൽ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ആളാണ്. ആക്ച്വലി എനിക്കും പറയാനുണ്ട്. ഞാൻ ഇതിന്റെ എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്കറിയാവുന്ന എൻ്റെ സർക്കിളിൽ കുറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ സമീപിച്ചപ്പോൾ അവര് ഇത്തരം ഞാൻ പോലും ഈ പടം എന്നെ സമയത്ത് ബിഗ് ബഡ്ജറ്റാണ്. മീൻസ് ഒരു വർക്ക് എന്ന് പറയുന്നത് എന്നെ സമയത്ത് എല്ലാം സിനിമയാണ്. ലോ ബിഗ് അങ്ങനെ ഒരു കാറ്റഗറീസ് ഒന്നുമില്ല. മമ്മൂട്ടി അല്ലെങ്കിൽ ലാലേട്ടനാണെങ്കിൽ നമ്മൾ വെക്കുന്ന ഒരേ ഫ്രെയിംസുകളാണ്. അത് ആർട്ടിസ്റ്റ് മാറുന്ന അത് ചൂസിങ് ആണ്. എങ്ങനെ ഏത് അതിലും ഡിപ്പെൻഡാണ്. എന്താ വെച്ചാൽ ഈ സ്ക്രിപ്റ്റിൻ്റെ ഇത് കിട്ടുമ്പോൾ തന്നെ ഞാൻ എന്നിട്ട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇതിൽ ആരാണ് നമ്മൾ ആർട്ടിസ്റ്റ് വെക്കുക എന്നുള്ള ചോദ്യം ചോദിച്ചത്. ആരാണ് ഇതിൽ നമ്മൾ ആർട്ടിസ്റ്റ്? മീൻസ് എനിക്കറിയാം ഇതിന്റെ ബിസിനസ് അറിയാന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത പടം എന്നെ പല തിയേറ്ററിലും ഓടാത്ത പടങ്ങൾ ഇഷ്ടം പോലെ ഉള്ള പടങ്ങൾ. അപ്പൊ ഇതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ നീ ആ സ്ക്രിപ്റ്റ് ആദ്യം വായിക്കാം. അങ്ങനെ ഒരു 2 ആഴ്ചയോളം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റിലേക്ക് അന്ന് വായിച്ചു കളയാന്നൊരു ജസ്റ്റ് സില്ലി ആയിട്ട് കണ്ട ഒരു സംഭവം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ ആർട്ടിസ്റ്റ് അല്ല. ഈ സബ്ജക്റ്റ് ഇത് ഞാൻ ഒരു കുറച്ച് ഒക്കെ നമ്മൾ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലബ്ബും എനിക്ക് സ്റ്റുഡിയോ ഇപ്പോഴും ഞാൻ വന്ന വഴി മറക്കാത്തതുകൊണ്ട് എൻ്റെ നാട്ടിലൊരു സ്റ്റുഡിയോ എൻ്റെ അനിയനാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതവിടെ ഉണ്ട് ഇപ്പോഴും. നമ്മൾ എന്തൊക്കെ സിനിമ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനത് മറക്കില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നാട്ടിലൊരു സോഷ്യലും കൂടി ഞാൻ കാണുന്നത്. ആ നാടിനൊരു ഉപകാരം കിട്ടുന്ന രീതിയിൽ അതിലൂടെ ഒരു കുടുംബം അനിയൻ്റെ ആണെങ്കിൽ കഴിഞ്ഞു പോട്ടെ എന്നില്ല. എനിക്ക് വേണമെങ്കിൽ കൂട്ടാം, പക്ഷെ നടത്തിക്കൊണ്ട് പോകുന്നു. തുടക്കം അവിടെ നിന്നായതുകൊണ്ട് അത് ആ തുടക്കത്തിൽ ഭാഗമാണ്. എൻ്റെ പേര് പോലും ജിബ്രാൻ എന്നുള്ള ടൈറ്റിൽ പേര് ഇട്ടത്. ഐ മീൻ അതിന്റെ സ്റ്റുഡിയോയുടെ പേര് ജിബ്രാൻ സ്റ്റുഡിയോ എന്ന പേര്. ശരിക്കും പേര് ഷമീർ എന്നാണ്. ജിബ്രാൻ എന്നുള്ള പേരല്ല, സ്റ്റുഡിയോന്റെ പേരാണ്. അതായത് നാട്ടിൽ നിന്ന് അതിന്റെ രസകരമായിട്ട് നാട്ടിൽ നിന്ന് സ്റ്റുഡിയോ ആണല്ലോ. അപ്പൊ എല്ലാവർക്കും ഷമീർ കുറെ ഷമീറുണ്ട്. അപ്പൊ ജിബ്രാൻ സ്റ്റുഡിയോ അങ്ങനെ റിലേറ്റഡ് എല്ലാവരും ജിബ്രാൻ അവിടുന്ന് വിളിക്കലുണ്ട്. അങ്ങനെ പിന്നീട് വന്നപ്പോ ഇൻഡസ്ട്രിയിൽ അടക്കം ജിബ്രാൻ തന്നെ പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഷമീർ എന്നുള്ള പേര് ഞാൻ ഇന്നലെ അറിയണം. എനിക്കും ജിബ്രാൻ ഇത്ര കാലം ഞാനും വിചാരിച്ചു ജിബ്രാൻ ഷമീർ എന്നാണ്. അതാണ് പേര്. ഞാൻ ഇട്ടതാണ്, അത് ഇട്ട സിനിമയ്ക്ക് വേണ്ടി ഇട്ടതാണ്. ഞാൻ ഷമീർ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ജിബ്രാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണക്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പേരൊക്കെ എല്ലാവർക്കും അങ്ങനെയാണല്ലോ, പെട്ടെന്ന് റെക്കഗ്നൈസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പേര്. അപ്പൊ അതിലും കൂടി ഒന്ന് ഭാഗമുണ്ട്. ആ പേരിട്ടതും ടൈറ്റിൽ വെച്ചതും അതിന് ഡിസൈൻ ചെയ്തെന്ന് പോലും നമ്മൾ പറഞ്ഞത് ഗോപി സുന്ദറിലേക്ക് എത്താം. എന്നെ സമയത്ത് കുറെ എൻ്റെ നെറ്റ്വർക്കിലേക്ക് ഞാൻ പറഞ്ഞപ്പോൾ അവര് ഞാൻ ഫസ്റ്റ് പറഞ്ഞ തന്നെ പറഞ്ഞു, ഇത്ര വെള്ളി പിടിക്കണോ ശരി വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി. ഗോപി സുന്ദർ പറഞ്ഞപ്പം അത് നടക്കും തോന്നില്ലോ ബാബു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇതിന് ഉറക്കെ വെച്ചതിൻ്റെ പിന്നാലെ ആൾക്ക് മെസ്സേജ് ചെയ്ത് ഇത് സ്ക്രിപ്റ്റിന്റെ കണ്ടന്റ് പുള്ളിക്ക് കണക്ട് ആയി. അത് ബാർഗെയിനിങ് ഇല്ലാത്ത രീതിയിൽ ബാക്കി ഇപ്പം പറയും. ഗോപിച്ചേട്ടൻ്റെ അടുത്ത് ഇത് ഇൻസ്റ്റയിലൊരു മെസ്സേജാണ് ആദ്യം ചെയ്തത്. പ്രൊഡക്ഷനിൽ സംസാരിച്ചപ്പോൾ മുന്നോട്ട് പോകാൻ പറഞ്ഞു, സിനിമയ്ക്ക് പറഞ്ഞു മുന്നോട്ട് പോയിക്കോന്ന് പറഞ്ഞു. നമുക്ക് നല്ല ആളുകളായിക്കോട്ടെ എന്ന് പറഞ്ഞു. കാരണം ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാതെ ഗോപിച്ചേട്ടൻ മുന്നേ 1983 നമുക്ക് പെട്ടെന്ന് അതാണ് നാഷണൽ അവാർഡ് കിട്ടിയതല്ല, അത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ക്യാപ്റ്റൻ സൂര്യ വെച്ചിട്ടുള്ള സത്യൻ സാർ കഥ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ മലബാർ ഫ്ലേവർ ഗോപിച്ചേട്ടനോളം മലബാർ പിടിച്ചിട്ടുള്ള പിന്നെ അതല്ല. ഇന്ന് നിന്റെ മൊയ്തീനാണെങ്കിലും ഉസ്താദ് ഹോട്ടലാണെങ്കിലും ഒക്കെ ഗോപിച്ചേട്ടന്റെ മാസ്റ്ററാണ്. അപ്പോൾ ഗോപിച്ചേട്ടൻ, പക്ഷെ നമുക്കറിയാം ഗോപിച്ചേട്ടന്റെ ഉയരം നമുക്ക് കയറാവുന്ന ഒരു ഉയരമല്ല എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ പ്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ച് നോക്കി. അന്ന് ഹൈദർ ഖാന്റെ ഒരു ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. ഹൈദർ അലി അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ
ഇങ്ങനെ ഗോപിച്ചേട്ടൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മെസ്സേജ് ചെയ്തു, ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തു. അപ്പോൾ ഗോപിച്ചേട്ടൻ ഇങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു തന്നു. ഞാൻ സാർ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഇങ്ങനെ ഇതാണ് സബ്ജക്റ്റ്, ലിറിക്സ് റെഡിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ സബ്ജക്റ്റ് അപ്പോൾ ഓക്കെ ആണല്ലോ, സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ ലിറിക്ക് അയക്കാമെന്ന് പറഞ്ഞു. ലിറിക്ക് അയച്ചു കൊടുത്തു. ഗോപിച്ചേട്ടൻ ഇങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു പെന്ത് പന്തോളെ, പുതിയ വാക്കാണല്ലോ, കൊള്ളാലോ, എന്താണ് സാധനം. അങ്ങനെ അത് പറഞ്ഞു. ഇതിന്റെ എല്ലാ ലിറിക്സ് അല്ലേ? ലിറിക്ക് പിന്നെ ഗതികോട് കൊണ്ട് എഴുതി പോയതാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് കളറാക്കണമല്ലോ, കൊമേഴ്ഷ്യലാക്കണം, കളറാക്കണം. നമ്മൾ ഡോക്യുമെന്ററി അല്ല പറയേണ്ടത്, നമുക്ക് യൂത്തിനോടാണ് പറയേണ്ടത്. അപ്പോൾ ആ ഒരു വൈബിൽ പറയണം. അപ്പോൾ പാട്ടുകൾ വേണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് ഇവിടെ ഒരു പാട്ട്, ഇവിടെ ഒരു പാട്ട്, ഇവിടെ ഒരു പാട്ട് എന്നുള്ള അങ്ങനെ കണക്ട് ചെയ്ത് പോയി. അങ്ങനെ 4-5 സോങ്സ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ വേറെ ആളെ അപ്രോച്ച് ചെയ്യാനൊന്നുമില്ല, കാരണം ഈ പ്രൊജക്റ്റ് ഓണാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു പ്രൊഡ്യൂസറത്തേക്ക് പോകുമ്പോൾ പിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് സോങ്സ് ഉണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ AI വെച്ചിട്ട് എന്നിട്ട് മ്യൂസിക് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ പിച്ച് ചെയ്തുകൊണ്ട് തുടങ്ങിയത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്ത പാട്ടുകളാണ്. അപ്പോൾ അത് പിന്നെ എല്ലാവരും കേൾപ്പിച്ചപ്പോൾ ലിറിക്സ് ഒക്കെയുള്ള ഗോപിച്ചേട്ടനും കൂടി പറഞ്ഞപ്പോൾ നമ്മൾ ആ ലിറിക്ക് പിന്നെ വെച്ച് പോയി. പിന്നെ ലിറിക്ക് ഗോപിച്ചേട്ടന് ചില ലൈൻസ് എടുക്കും, എന്നിട്ട് പിന്നെ മീറ്റർ മാറ്റും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു, കാരണം ഞാൻ മ്യൂസിക്കിന് വെച്ചിട്ട് റൈറ്റർ അല്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതി തുടങ്ങാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. പക്ഷേ ആ പാട്ടുകളൊക്കെ ഗോപിച്ചേട്ടൻ നമ്മൾ കരുതുന്ന ലെവലിലേക്ക് അത് എത്തിച്ചു. 4 പാട്ടുകൾ ഗോപിച്ചേട്ടൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ സാദിഖ് പന്തല്ലൂർ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്. അവനും ഇതേപോലെ പിരിശമേ എന്ന് പറഞ്ഞ സോങ് ഇപ്പോൾ നമ്മൾ ഔട്ട് ചെയ്തിട്ടുള്ള സോങ്ങാണ്. അപ്പോൾ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ സാദിഖാണ്. സാദിഖ് സുഹൃത്തും കൂടിയാണ്. അപ്പോൾ സാദിഖ് ആ പാട്ടിന് അത് അങ്ങനെ തന്നെ എടുത്തു, ലിറിക്കൊന്നും മാറ്റാതെ അങ്ങനെ എടുത്തു. അത് നമുക്ക് ഒരു എത്തുകാരനല്ലേ, ചെറിയൊരു എത്തി തുടങ്ങിയ ഒരാളെന്നുള്ള നിലയ്ക്ക് അത് കുറച്ചും കൂടി ഒരു ഇതാണ്. കാരണം അത് അങ്ങനെ തന്നെ നമ്മൾ എന്താണോ എഴുതി, എന്താണോ ഉദ്ദേശിച്ചത് അത് അതേപോലെ തന്നെ വരും. മറ്റേതിൽ നമുക്ക് മീറ്ററിന് വെച്ച് പോകുമ്പോൾ ചില വാക്കുകൾ നമുക്ക് മിസ്സായി, നമ്മൾ ചില സോള് മിസ്സായി പോകും. അങ്ങനെ ഒരു ഫീലും കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ 5 പാട്ടുണ്ട്. ഒരു പ്രൊമോ സോങ് അടക്കം 6 പാട്ടുകൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട്. ഫുട്ബോൾ ഉണ്ട്, അതിന്റെ റാപ്പ് ഉണ്ട്, അതിനകത്ത് ലവ് എല്ലാം കൂടിയുള്ള വിരഹം വരുന്നുണ്ട്. അങ്ങനെ ഓരോ വ്യത്യസ്ത വികാരങ്ങളുള്ള 6 പാട്ടുകളാണ് നമ്മൾ അതിനകത്ത് ചെയ്തത്.